റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കോറോം ടൗണിൽ നിന്നും വാളാട് വഴി പോകുമ്പോൾ ഏകദേശം 6 ബെഡ്റൂമുള്ള ഒരു അടിപൊളി പ്രൈവറ്റ് പൂൾ വില്ലയായിട്ടുള്ള റിസോർട്ടിൻ്റെ റിവ്യൂവുമായിട്ടാണ്. ബാച്ചിലേഴ്സായിട്ടും അതേപോലെ തന്നെ ഫാമിലി കപ്പിൾസ് ഒക്കെ ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു റിസോർട്ടിൻ്റെ എൻട്രൻസ് ഭാഗത്താണ്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിവിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വരുന്നത് ട്രാവലറിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എല്ലാ റൂംസും ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു മൗണ്ടെയിൻ വ്യൂ വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഈ ഒരു ഭാഗത്തായിട്ട് അവകാഡോയുടെ മരം കൊടുത്തിരിക്കുന്നത് കാണാം. ഇപ്പം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ ഒരു സീസണാണ്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് നിങ്ങൾക്കൊരു സ്വിങ്ങൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഈവനിങ് ആകുമ്പോൾ ഇവിടെയൊക്കെ വന്നിരുന്ന് ആ ഒരു തണുത്ത കാറ്റും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അടിപൊളി വൈബായിരിക്കും. ഇനി നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. പ്രോപ്പർട്ടിയുടെ ഒരു കോർണറിലായിട്ടാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. കുട്ടികളുടെ പാർക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്ക് സ്ലൈഡ് ചെയ്ത് കളിക്കാനും സ്വിങ് ചെയ്ത് കളിക്കാനും അതേപോലെ തന്നെ വേറെയും 1-2 ആക്ടിവിറ്റീസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ആയതുകൊണ്ട് കുട്ടികൾക്ക് ഓടിക്കളിക്കാനൊക്കെ ധാരാളം സ്ഥലമുണ്ട്. പിന്നെ ചുറ്റുപാടും ഇവർ വളരെ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് അതേപോലെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഫിനിറ്റി ടൈപ്പ് പൂളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും പൂള് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഏകദേശം ഒരു 50 മീറ്റർ താഴോട്ടാണ്. അവിടെ പോകുന്ന വഴിയൊക്കെ ഇതേപോലെ ഇല്ലിയൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും റീൽസൊക്കെ ഇടുന്നവരാണ് നിങ്ങളെങ്കിൽ നല്ല ഫ്രെയിംസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇന്നലെ ചെക്കിനായ ഗസ്റ്റ് ചെക്കൗട്ട് ആയിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പൂളൊക്കെ ഒന്നുകൂടെ ക്ലീനിങ്ങിന് വേണ്ടി വെച്ചേക്കുവാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടില്ല. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു ഇൻഫിനിറ്റി ടൈപ്പ് പൂളാണ് ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പൂളിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ക്യാമറയിൽ കാണാൻ സാധിക്കും നല്ലൊരു മൗണ്ടെയിൻ വ്യൂ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പൂളിൽ ടൈം സ്പെൻഡ് ചെയ്യാം. മാത്രമല്ല പൂളിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്പേസും അതേപോലെ തന്നെ മറ്റുള്ളവർക്കുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പൂളിപ്പോൾ ക്ലീനിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ടാണ് ഗ്രീൻ കളറിൽ നിങ്ങൾ ഈ ഒരു ഇത് കാണുന്നത്. പിന്നെ പൂളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ പരമാവധി കോട്ടൺ ഡ്രസ്സൊക്കെ ഒഴിവാക്കുക. കളറൊക്കെ ഇളകി കഴിഞ്ഞാൽ വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഡയറക്റ്റ് ഡൈവ് ചെയ്യാതിരിക്കുക. തലയൊക്കെ പോയി ഇടിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് പൂളിൻ്റെ ഭാഗമുള്ളത്. ഇനി നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ക്യാമ്പ് ഫയറിൻ്റെ ഒരു ഏരിയയും കൂടി കാണാൻ പറ്റും. ഇവിടെയാണ് റിസപ്ഷൻ വരുന്നത്. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് പോവാം. റിസപ്ഷൻ്റെ തൊട്ട് പിന്നിൽ തന്നെയാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. ഏകദേശം 10-20 മെമ്പേഴ്സിനൊക്കെ അറ്റ് എ ടൈം ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ സാധിക്കും. ഇവിടെ അവർ മെയിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതിൽ കൂടുതൽ ഫുഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തു നിന്നും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെലിവറി അവൈലബിൾ ആണ്. കുട്ടികൾക്ക് കളിയുള്ള ഏരിയ അതുപോലെ തന്നെ ക്യാമ്പ് ഫയറിനുള്ള ഏരിയ ഇൻഫിനിറ്റി പൂൾ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന് പുറമെ നിങ്ങൾക്ക് ഷട്ടിൽ ബേറ്റും അതേപോലെ തന്നെ ക്യാരംസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആക്ടിവിറ്റീസ് ആയിട്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ റൂമാണ്. അതായത് ടോട്ടൽ 6 റൂമുകൾ, അതായത് 2 ബെഡ്റൂമിൻ്റെ 3 കോട്ടേജുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നേരെ ഉള്ളിൽ ചെന്നിട്ട് റൂംസും അതിൽ കൊടുത്തിരിക്കുന്ന അമ്യൂണിറ്റീസൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ ആദ്യം കയറി വരുന്നത് ഇവിടുത്തെ കോമൺ ഹാളിലേക്കാണ്. ഹാളിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു സോഫ കൊടുത്തിട്ടുള്ളത് കാണാം. അതേപോലെ തന്നെ ഡൈനിങ് ടേബിളും പിന്നെ ഫ്രിഡ്ജും ഇലക്ട്രിക് കെറ്റിലൊക്കെ ഈ ഒരു ഹാളിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. റൂമിലേക്ക് വരുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ളൊരു റൂമാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കിങ് സൈസ് ബെഡാണ് കൊടുത്തിട്ടുള്ളത്. 4 മെമ്പർ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡും കൂടെ ഈ ഒരു റൂമിൽ കൊടുക്കാൻ സാധിക്കും. അതിന് പുറമെ AC, ഫാൻ എന്നിവ ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു TVയും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു റൂമിൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബാൽക്കണി വ്യൂ ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബാക്കിലുള്ള ഫോറസ്റ്റും അതേപോലെ തന്നെ ഈ ഒരു മൗണ്ടെയിൻ വ്യൂസൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി 2 ചെയറും അവർ പ്രൊവൈഡ് ചെയ്യും. ലഗേജൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലായിട്ട് കബോർഡ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഈ റൂമും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമിൽ എല്ലാവിധ സൗകര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ 2ാമത്തെ റൂം. ആദ്യം കണ്ട റൂമിലുള്ള അതേ സൗകര്യങ്ങൾ ഈ റൂമിലും കൊടുത്തിട്ടുണ്ട്. ഈ റിസോർട്ടിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരിക. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, പിന്നെ
ഇവിടെ തൊട്ടടുത്ത് കാണാനായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരങ്ങച്ചാലിൽ ടീ പ്ലാന്റേഷൻ വരുന്നുണ്ട്, പിന്നെ മീൻമുട്ടി വാട്ടർഫാൾസ് വരുന്നുണ്ട്, പിന്നെ കുറച്ചുകൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാണാസുര സാഗർ ഡാം ഒക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ മാക്സിമം 24 മെമ്പേഴ്സിനാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്റ്റേ ചെയ്യാൻ സാധിക്കുക. അതിൽ കൂടുതൽ മെമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ കൺജസ്റ്റഡ് ആവും. പിന്നെ പ്രൈസിൻ്റെ ഒരു ഇത് ചോദിക്കുവാണെങ്കിൽ, റേഞ്ച് ചോദിക്കുവാണെങ്കിൽ 2 മെമ്പേഴ്സൊക്കെ വരുന്ന സമയത്ത്, കപ്പിളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ 2 മെമ്പേഴ്സൊക്കെ വരുവാണെങ്കിലും ഏകദേശം 4500 ഒക്കെയാണ് പ്രൈസ് വരുന്നത്. പിന്നെ അത് സീസൺ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ വയനാട്ടിലെ നല്ല നല്ല റിസോർട്ടുകളുടെ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടത്തിൽ ഇതേപോലെ ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, റിസോർട്ട് സ്റ്റേ ഒക്കെ ഇഷ്ടപ്പെടുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇനിയും നല്ല റിവ്യൂസുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.